നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് താമസിച്ചിടുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനിയെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകി. ജാനകിക്ക് കട്ടക്കലിപ്പായിരുന്നു അനിയോട്. അനിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിലേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാന്ന് നിനക്ക് വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാരെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. ഞാൻ കെട്ടിത്തൂങ്ങി ചാകത്തുള്ളൂ. അത് നിനക്ക് കാണേണ്ടി വരും. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അമ്മ എന്ത് വർത്താനേ പറയണേ. അതേടാ, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ. ഞാനേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അനാമിക മോളെ അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുക്കും. ആ, അമ്മ പോയി കൂട്ടിക്കൊണ്ടു വാ. അമ്മ പോയി കൂട്ടിക്കൊണ്ടു വന്ന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്ക്. അങ്ങനെയെങ്കിലും ആ ഭാരം എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്ക്. എനിക്കത് മതി. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ അമ്മ തലയിലേക്ക് എടുത്തു വെക്കണേ. എടാ, ഞാൻ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂടാ. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക ജാനകി. ഇവന്റെയൊക്കെ വിചാരം എന്താ? അല്ല, നിനക്ക് എന്താ ഇനി ഇത്? നീ എന്തിനാ അവളെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടെന്ന് വാശി പിടിക്കണേ? അപ്പച്ചി അപ്പച്ചി വെറുതെ ഇതിനകത്ത് തലയണ്ട. എടാ, ആ നയനയുടെ വീട്ടിലുള്ളവന്മാരെ എല്ലാം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് നിനക്ക് എന്താ എത്ര നിർബന്ധം? ഓ, കനകയുടെ പെൺമക്കളല്ലേ ഇവിടെ വന്ന് വാഴണം എന്നായിരിക്കില്ലേ? ഇത് കേട്ടപ്പം നല്ല ദേഷ്യം വന്ന് എനിക്ക്. അനി പറഞ്ഞു, എഴുതാപ്പുറം വെറുതെ വായിക്കണ്ട അപ്പച്ചി. അപ്പച്ചി എന്തിനാ ഇങ്ങനൊക്കെ പറയണേ? എടാ, ഞാൻ പറയൂടാ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കി. നീ എന്തിനാ ഇപ്പൊ നിന്റെ മുത്തശ്ശന്റെ കേക്കല് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? അനാമിക കലയ്ക്ക് കൊടുത്ത് പാല് കുടിച്ചിട്ടാണ് ഏട്ടത്തിയുടെ കരള് പോയെന്ന്. അപ്പൊ നീയും എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള നാടകം അതല്ലേ? ശരിക്കും പറഞ്ഞാല് അനാമികാണ്ട പാല് കലക്കി കൊടുത്തെ. ആരാ പാല് കലക്കി കൊടുത്തെ? നിന്റെ ഏട്ടത്തി നയനയല്ലേ? എന്നിട്ടോ ആ പാല് കുടിച്ചിട്ടല്ലേ നിന്റെ വെല്ലുമ്മയുടെ കരള് പോയത്? അതിനും കുറ്റം അനാമികമ്മളുടെ പേർക്കാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. അതെ, ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നത് നല്ലത്. പിന്നെ പാല് കലക്കി വെച്ചത് ഏട്ടത്തെ ആണെങ്കിലും, പക്ഷെ അതിനകത്തേക്ക് വിഷം കൊണ്ട് കലർത്തിയത് അനാമിക. ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി നിന്ന്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നുകൊണ്ട് മാത്രം കേട്ടു. അതുകൊണ്ട് ഞാനിത് മുത്തശ്ശനോട് പറയുകയും ചെയ്തു. ജാനകി പറഞ്ഞു, എടാ, ഈ സംസാരം നിന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നടാ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നീ വെറുതെ ഇരിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് നയനയൊക്കെ അങ്ങനെ പറഞ്ഞത്, നീ കേൾക്കാൻ വേണ്ടിയിട്ട്. നീ അപ്പൊ തന്നെ നിന്റെ മുത്തശ്ശന്റെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തില്ലേ? അവരുടെ ഉദ്ദേശം നടന്നു. ജലജ പറഞ്ഞു, എടാ അനി, നീ അനാമികമോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടോ. ദേ അപ്പച്ചി, വെറുതെ പറയരുത് കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരു കാരണം ഞാൻ പറഞ്ഞേക്കാം. മുത്തശ്ശനും മുത്തശ്ശി അവളെ തള്ളിക്കളഞ്ഞ ഇനി ആരും അവളെ ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റാന്ന് വിചാരിക്കണ്ട. ജാനകി പറഞ്ഞു, അത് നിന്റെ മനസ്സിലെ വെറുതെ വ്യാമോഹം മാത്രം. ഞാൻ പോയി വിളിച്ചോണ്ട് വരൂടാ. എന്റെ മരുമോളെ വിളിച്ചോണ്ട് വരും. എനിക്ക് അവള് മാത്രം മരുമോളുള്ളൂ എന്നും പറഞ്ഞ് ജാനകി ചവിട്ടിത്തുള്ളി അങ്ങോട്ടേക്ക് പോവുക. ഈ സമയം അനാമിക സമനില തെറ്റിപോലെ നിൽക്കുകയാണ്. അനാമിയുടെ അടുത്തേക്ക് വേണുവും രേവതിയും കൂടെ വന്നു. വേണു പറഞ്ഞു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം നശിച്ചു പോയില്ലേ? അനന്തപുരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വർണ്ണം ഒഴുക്കാന്നും പറഞ്ഞിരുന്ന ഇപ്പൊ ആണ്ടെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. രേവതി പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താവാനായിട്ടാ? അനാമിക പറഞ്ഞു, എന്നാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്കിട്ടൊരു പണി കൊടുക്കണം. അവരെ വട്ടം കറക്കണം. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. രേവതി പറഞ്ഞു, കുഞ്ഞില്ലല്ലോ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാ, പക്ഷെ എന്താ ചെയ്യണ്ടേ? വേണു പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടല്ലോ മോളെ, നഷ്ടപരിഹാരം കിട്ടണം നമുക്ക്. അല്ല, ഇപ്പോഴും നിയമപരമായിട്ട് നീ അനിയുടെ ഭാര്യയല്ലേ? അപ്പൊ പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? നിനക്ക് നഷ്ടപരിഹാരം ചോദിക്കാം. കോമ്പൻസേഷൻ അവർ തന്നേ മതിയാവുള്ളൂ. ദേവതി പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, എന്നാലും ഒരു കാര്യം ഞാൻ പറയാച്ചാ, ഇത് ഞാൻ വെറുതെ വിടത്തില്ല. അവരെനിക്ക് ശരിയാക്കണം. കാരണം എന്നെ ഒന്നുമില്ലാതെ അവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. വേണു പറഞ്ഞു, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. പക്ഷെ അത് എത്രമാത്രം ബലവത്താവൊന്നും പറയാൻ പറ്റില്ല. എന്തിനു വേദിനും മോളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് അനാമയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് വേണു. ഈ സമയം അബിയും ജലജയും കൂടെ സംസാരിക്കുകയാണ്. ജലജയോട് അബി പറഞ്ഞു, നമുക്ക് കിട്ടിയ നല്ലൊരു അവസരം അമ്മ ഇത്. അത് ശരിയാണ് മോനെ, നമുക്ക് അനാമികനെ ആയുധമാക്കണം. അവളാണിപ്പം നമ്മുടെ തുറുപ്പിച്ചിട്ട്. അബി പറഞ്ഞു, അത് ശരിയാ. അവളുടെ മനസ്സിലേക്ക് കുറച്ച് വിഷം കുത്തി നിറച്ചു വെക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആ സമയം ജലജ, ശരിയാ മോനെ, അങ്ങനെയാണെങ്കിൽ നീ അതിനുള്ള കളം പിടിച്ചോ. ഉറപ്പായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ മുന്നിൽ നിന്ന് കളിക്കണ്ട, പിന്നിൽ നിന്ന് കളിച്ചാൽ മതി. പിന്നെ കളി കാര്യമായിക്കോളും. അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇപ്പോഴും അനിയുടെ ഭാര്യ അനാമിക തന്നെയല്ലേ? പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ കുറെ സ്വത്ത് മോഹിച്ചു തന്നെയാ. അബി പറഞ്ഞു, അത് ശരിയാ. അയാൾ സ്വത്ത് മോഹിച്ചു തന്നെയാ. പിന്നെ അയാളൊരു കുറുക്കനാണ്. അയാളാണെങ്കിൽ സ്വത്തും പണവും മോഹിച്ച് മാത്രം നടക്കുന്നവനാ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും.
അമ്മേ, ഇത് നമുക്ക് കിട്ടിയൊരു അവസരം. ഇപ്പൊ എന്റെ കയ്യിൽ രണ്ട് തുറപ്പിച്ചീട്ടുകളുള്ളന്ന്. ഒന്ന് നവ്യ, പിന്നെ ഒന്ന് അനാമിക. നവ്യക്ക് ഈ പറയുന്ന ആദർശം എന്നെ കാണത്തില്ലാത്തതിന്റെ പ്രധാന കാരണം ആ ചന്തു എന്ന് പറയുന്ന പെൺകുട്ടിയാ. അഭിഹിത സന്തതിയാന്നും പറഞ്ഞുകൊണ്ട് നവ്യക്ക് ഇപ്പൊ ആദർശനെ കണ്ണെടുത്താൽ കാണത്തില്ല. അതുകൊണ്ട് ആ കാര്യമൊക്കെ. പിന്നെ അനാമിക, രണ്ടുപേരും നമ്മുടെ പരിധിയിലുണ്ട്. അതുകൊണ്ട് ഇവരെ വെച്ച് നമുക്കൊരു ഉഗ്രം കളി കളിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അനാമിക ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അബി അങ്ങോട്ടേക്ക് പോവാ. ജലജിക്ക് ഭയങ്കര സന്തോഷം. രക്ഷപ്പെട്ടു. ഉടനെ കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടാകും. കുടുംബം രണ്ടായി വെട്ടിപ്പിളർക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. പിന്നീട് അബി അനാമിയെ കാണുവാണ്. അനാമിയെ കണ്ടു കഴിഞ്ഞിട്ട് അബി പറഞ്ഞു, ദേ അനാമികെ, നിനക്കറിയാലോ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വീടിനകത്താ. പക്ഷെ നീ പുറത്തു പോയവളാ. നിനക്ക് പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്ക് ആ വീട്ടിലൊരു വിലയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് അനങ്ങി നിറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. എന്നെ ആ വീട്ടിൽ നിന്ന് പോലും അവരടിച്ചു പുറത്താക്കും. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിനക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു തരാൻ പറ്റും. ആ കുടുംബത്തെ മുഴുവൻ നമുക്ക് നാണം കെടുത്തണം. അതിന് നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. അനാമി പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന ആദർശന് സ്വാധീനമില്ലാത്ത ഒന്ന് രണ്ട് ചാനലുകാരുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. നീ വേണ്ട കാര്യങ്ങളൊക്കെ അവരോട് ചെന്ന് പറയണം. അല്ല ബേട്ട, എന്ത് പറയണമെന്ന് മനസ്സിലായില്ലേ? ആദർശേണ്ട അഭിഹിതത്തിൽ ഒരു പെൺകുഞ്ഞുണ്ട്, ചന്തുമോള്. അപ്പൊ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം അങ്ങോട്ട് പറഞ്ഞേരെ. അവരെ അങ്ങനെ നാണം കെടുത്ത് പിന്നെ സോഷ്യൽ മീഡിയ ആയി എല്ലാം ആയി അനന്തപുരിക്കാരും നാണം കെട്ട് നിൽക്കും. അവസാനം നമ്മുടെ കാൽക്കീഴിലേക്ക് വരും. എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാം. എന്താണെങ്കിലും ഇതിന്റെ പിന്നാലെ ഞാൻ പോവുക. എനിക്കിനിയിപ്പോൾ വേറൊന്നും നോക്കാനില്ല എന്ന് അനാമിക പറഞ്ഞു. അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിന്റെ ഫോണിലേക്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു കാരണവശാലും ഒന്നിനും വെറുതെ വിടല്ല. അനാമിക പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിലും ഇത്രയും നാൾ ഞാൻ സഹിച്ചു ക്ഷമിച്ചു. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. അഭി പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയ അനാമികയെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് 3 ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തു. എനിക്ക് ഒരു ബ്രാഞ്ചിന്റെ തന്നെ. എന്നിട്ട് പോലും അതുപോലും പിടിച്ചു വാങ്ങിയില്ലേ? എനിക്ക് എന്ത് വിലയാ കുടുംബത്തിലുള്ള? ഞാൻ കുറെ കാലമായി സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ. എന്നെ കൊണ്ടും പറ്റില്ല. പക്ഷെ എനിക്ക് അകത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങനെ കളിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം. അനാമി പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് അഭിയേട്ടൻ വിഷമിക്കേണ്ട. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അനാമി അങ്ങോട്ട് പോയി. ആ സമയത്ത് അബിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം. ഇത് വെച്ച് താൻ്റെ ഒരു കളി കളിക്കും എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് അനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് രാകേഷും വിഘ്നേഷും ഒക്കെ. കുറച്ച് സമയം കഴിഞ്ഞപ്പം അനി അവരുടെ അടുത്തേക്ക് എത്തുവാണ്. അനിയോട് ചോദിച്ചു, എടാ നിന്നെ എത്ര വട്ടം വിളിച്ചു? എന്താ നീ വിളിച്ചിട്ട് എടുക്കാത്തെ? എങ്ങനെ എടുക്കാനാ? അമ്മ ഫോൺ പിടിച്ചു വെച്ചേക്കുക. എന്തിനാടാ നിന്റെ അമ്മ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നേ? നന്ദു വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും പറയണ്ട, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരോട് ഒരു കാര്യം ചെയ്യുക, നീ പുതിയൊരു ഫോൺ വാങ്ങിയ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അതിനാണോ ബുദ്ധിയില്ലാത്ത? എടാ പുതിയ ഫോൺ വാങ്ങാം. പക്ഷെ എൻ്റെ നമ്പർ അവൾക്ക് അറിയില്ലല്ലോ നന്ദുവിന്. അവൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലോ? എടാ അതിൻ്റെ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പം തന്നെ അവളെ വിളിക്ക് എന്ന് പറഞ്ഞ് വിഘ്നേഷ് ഫോൺ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ വിഘ്നേഷിന് ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് നന്ദു എടുത്തില്ല. അപ്പം ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് തന്നെ അനി എന്ത് ചെയ്യുക, ഒരു വോയിസ് മെസ്സേജ് അയച്ചു. അല്ല, അനി നന്ദുവിന് വേണ്ടിയിട്ട്. നന്ദു, ഇത് ഞാൻ അനിയാ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അനാമികയെ മുത്തശ്ശൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. പിന്നെ എൻ്റെ ഫോണ് അമ്മ പിടിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. ആ സമയത്ത് മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ നന്ദു അത് നോക്കി. നന്ദു വായിച്ചു. നന്ദുവിന് ഭയങ്കര സന്തോഷം. അനാമികയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് അനി വീണ്ടും ഒരു മെസ്സേജും കൂടെ അയച്ചു. ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് ക്ലിയറാ. നമുക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്കൊന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്. അത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടായി. നന്ദുവിന് ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നി ആ മെസ്സേജ് വായിച്ചപ്പം. പിന്നീട് അനാമികയ്ക്കുള്ള അടുത്ത തിരിച്ചടിയായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദർശൻ നയനെയും അനാമികയുടെ ആ വീഡിയോസ് കാണിക്കുകയാണ്. കാമുകനോടൊപ്പമുള്ള ആ വീഡിയോസ് പാർക്കിലുള്ള. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ എന്താ നേരത്തെ കാണിക്കായിരുന്നേ? നിങ്ങൾ നേരത്തെ കാണിക്കുമായിരുന്നേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശ ഇതെങ്ങനെയാ കാണിക്കണേ? മുത്തശ്ശന് വിഷമമാണെന്ന് കരുതിയിട്ടാ. മുത്തശ്ശി പറഞ്ഞു, അല്ല അവള് ശരിയല്ലാന്നറിയായിരുന്നു. പക്ഷെ ഈ വീഡിയോസും കാര്യങ്ങളും ഞാൻ പോലും കണ്ടിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞു, എന്താണെങ്കിലും അവള് പോയത് നന്നായി. അവള് അനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ ഒരുപക്ഷെ അവര് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നേ അനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേനും. ശരിക്കും പറഞ്ഞാൽ അനി രക്ഷപ്പെടുക ചെയ്തേ. ഇനി മേലാൽ അവളെ അടിച്ചതിനകത്ത് കയറ്റരുത്. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. പിന്നെ ആദർശനോട് പറഞ്ഞു, ഇനിയിപ്പോൾ അവൻ്റെ ഒരു ബന്ധം കണ്ടെത്തുവാണെങ്കിൽ ആദ്യം മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിക്കണം. അവരെങ്ങനെയുണ്ട്? കാരണം മാതാപിതാക്കൾ നല്ലതാണെങ്കിലോ മക്കൾ നന്നാവുള്ളൂ. ആ കുടുംബത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് വേണം അവനൊരു ബന്ധം കണ്ടെത്താനായിട്ട്. ഇനി നമുക്കിങ്ങനൊരു അബദ്ധം പറ്റരുത്.
അപ്പോഴേക്കും നയന പറഞ്ഞു, ഇനിയിപ്പം അനാമിക പോയിട്ടുണ്ട്, അവൾ അടങ്ങിയിരിക്കുക, അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ. എന്ത് പ്രശ്നം? വരുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവൾ ചെയ്യട്ടെ. ഈ മൂർത്തിയുടെ അടുത്ത് അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുത്തശ്ശന് നല്ല ആത്മവിശ്വാസം തന്നെ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പൊ നന്ദുവിന്റെ മനസാക്ഷി തന്നെ നന്ദുവിനോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ നന്ദുവിന് തോന്നി, നിനക്ക് സന്തോഷമായില്ലേ? ഇപ്പം എത്ര നാളായി ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ നീ ആഗ്രഹിച്ചിരുന്നേ. ഇപ്പം കണ്ടില്ലേ, എല്ലാം കൊണ്ടും കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? അപ്പോഴേക്കും വീണ്ടും നന്ദുവിന് സങ്കടമായി. ഒരു പക്ഷെ തനിക്കും എനിക്കും ഒന്നിക്കാൻ പറ്റുമോ? വീണ്ടും മനസാക്ഷി പറഞ്ഞ്, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടാണെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അനാമികയെ മൂർത്തി മുത്തശ്ശൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ നന്ദുവിന്റെ മനസാക്ഷി പറയുന്ന പോലെ തോന്നുവാണ്. ആ സമയം കനകയും കോതനും കൂടെ സംസാരിക്കുക. രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാ. കനക പറഞ്ഞു, ആ അനാമിക എന്ന് പറയുന്ന ആളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ അവള് പണ്ടേ തന്നെ ആ വീട്ടിൽ നിന്ന് പോകേണ്ടതാ. കോയെന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് കൂടുതൽ പ്രശ്നമായി. അതെന്താ? അല്ല, അങ്ങനെ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നന്ദുവിന്റെ അനിയുടെ കാര്യമൊന്നും ഓർത്തു വയ്ക്ക്. അത് ശരിയാ, മിക്കവാറും നന്ദുവിന്റെ പിന്നാലെ ഇനിയും വീണ്ടും അനി വരും. ഇനിയിപ്പോ അവന്റെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയം. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു അവിടെ നിന്ന് ഇവര് പറയുന്നതെല്ലാം കേൾക്കുക. ആ സമയത്ത് കോയന്ത പറഞ്ഞു, അല്ല, കുറച്ച് കല്യാണാലോചനയൊക്കെ വരുന്നില്ലേ, അതിലേതെങ്കിലും ഒന്ന് സെറ്റാക്കാൻ നോക്കാം നമുക്ക്. എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. കനക പറഞ്ഞു, അത് ശരിയാ, ഞാൻ ഒന്ന് രണ്ട് പയ്യന്മാരുടെ ജാതകമായിട്ട് ജോൾസിനെ കാണാൻ പോയായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് ചേരുന്നില്ല. ജോൾസിന് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, അവൾ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കുള്ളെന്ന്. അതേനെ, അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അവൾക്ക് പ്രണയമൊന്നും ഇല്ല, അവന് മാത്രം ഉള്ളെന്ന്. പക്ഷെ ജോത്സ്യൻ പറഞ്ഞ എന്താണെന്നറിയാവോ? അവര് രണ്ടുപേരും മനസ്സുകൊണ്ട് ഒന്നായി, ഇനി അവരെ വേർപിരിക്കാൻ സാധിക്കില്ല. അത് കേട്ടപ്പോൾ നന്ദുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായി. നന്ദു ഇത്രയും പ്രതീക്ഷയില്ല അമ്മയുടെ വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കനക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ കനകെ, ഈ പറയുന്ന നയനയുടെ ആദർശിന്റെ വിവാഹം ജാതകം ഒന്നും നോക്കിയിട്ടായിരുന്നില്ലല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം അവര് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവരൊന്നായില്ലേ? അല്ല ഗോവിന്ദേട്ട, എന്നാലും കല്യാണത്തിന് ശേഷം അവരുടെ ജാതകം നോക്കിയായിരുന്നല്ലോ, നല്ല പൊരുത്തമായിരുന്നല്ലോ. പക്ഷെ നന്ദുവിന്റെ ജാതകത്തിലുണ്ട് അവൾക്ക് പ്രണയ വിവാഹമെന്ന്. പ്രണയിച്ച ആളെ മാത്രം വിവാഹം കഴിക്കുള്ളെന്ന്. അവൾ ഈ ജീവിതത്തിൽ ഒരാളെ മാത്രം പ്രണയിച്ചിട്ടുള്ളൂ. അത് അനിയായ നമുക്കറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. നന്ദുവിന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. നന്ദു ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.